നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിതിൻ രാജിൻ്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പ് ഭീഷണിയെന്ന് അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജ് മാനേജ്മെൻറ്റ്. ജാതി വിവേചന ആരോപണം തെറ്റെന്ന് മാനേജ്മെൻറ്റ് MD അദ്നാൻ പ്രതികരിച്ചു. നിതിൻ ലോൺ എടുത്തത് സഹോദരി ഭർത്താവിന് വേണ്ടിയാണെന്നും അധികൃതർ വിശദീകരിച്ചു. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി നിതിൻ രാജിൻ്റെ പിതാവ്. നിതിൻ എടുത്ത ലോൺ ആപ്പിൽ നോമിനികളായി നൽകിയിരിക്കുന്നത് മാതാവ് ലതയുടെയും പിതാവ് രാജൻ്റെയും പേരുകളാണെന്ന് ചക്കരയ്ക്കൽ CA ബന്ധുവിനെ വിളിച്ച് അറിയിച്ചുവെന്ന് രാജൻ വ്യക്തമാക്കി. നോമിനികൾ മാതാപിതാക്കളായിരിക്കെ എങ്ങനെയാണ് അധ്യാപകർക്ക് ലോൺ ആപ്പിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചുവെന്നും കുടുംബം ചോദിക്കുന്നു. നിതിൻ രാജിൻ്റെ മരണത്തിൽ പ്രതികരണവുമായി നിതിൻ്റെ സഹോദരി ഭർത്താവ് അശോകൻ. പ്രിൻസിപ്പലിൻ്റെ കോൾ വന്നിട്ടില്ല. നിതിൻ പരാതി നൽകിയതായി സഹോദരിമാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ലോൺ ആപ്പിൽ ഇത് തീർക്കാൻ നോക്കുന്നത് ശരിയല്ല എന്നും അശോകൻ പ്രതികരിക്കുന്നു. പാൽപ്പാറ അപകടത്തിൽ 9 പേരുടെ മരണം അതീവ ദുഃഖകരമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. സ്കൂളിനെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയവരാണ് മരിച്ച അധ്യാപകർ. നിയമപ്രകാരമുള്ള എല്ലാ സഹായവും കുടുംബത്തിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭ പരിതാപകരമായ അവസ്ഥയിലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നാറാത്തത് നാറുമെന്ന സോഷ്യൽ മീഡിയ വിമർശനം ശരിയായി. 40 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മാലിന്യ പ്രതിസന്ധിയാണ് കോർപ്പറേഷനുള്ളതെന്നും മന്ത്രി വിമർശിച്ചു. മുഖ്യമന്ത്രി ചർച്ചകൾ മെയ് 4 ശേഷമെന്ന് K. മുരളീധരൻ. 24 മണിക്കൂറിനകം തീരുമാനമെടുക്കേണ്ട കാര്യമല്ലല്ലോ എന്നും തിരഞ്ഞെടുക്കുന്ന ആൾ 5 വർഷം ഭരിക്കുമെന്നും K. മുരളീധരൻ പറഞ്ഞു. ട്രിവാൻഡ്രം ക്ലബിന് മുമ്പിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ മണിയമ്പിള്ള രാജു മദ്യപിച്ചിരുന്നില്ല എന്ന് പോലീസ് റിപ്പോർട്ട്. കെമിക്കൽ ലാബിൽ നിന്നുള്ള ഫലത്തിലാണ് മദ്യപിച്ചില്ലെന്ന കണ്ടെത്തൽ. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ഒഴിവാക്കി കോടതിയെ സമീപിച്ചാണ് പോലീസ് കുറ്റം ഒഴിവാക്കിയത്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. US നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമുസ് തുറക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ. കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന നിലപാടിലാണ് ഇറാൻ സൈന്യം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലാണെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. 6033 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഇടുക്കി ഇരട്ടയാറിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ യുവാവ് സുഹൃത്തിനെ കൊലപ്പെടുത്തി. ഇരട്ടയാർ വയലുങ്കൽ രാഹുൽ സണ്ണിയാണ് മരിച്ചത്. സുഹൃത്ത് സജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി അക്ഷയ തൃതീയ ദിനം. സ്വർണ്ണ വിലയിൽ വർധനവുണ്ടായെങ്കിലും ജുവലറികളിൽ ഇന്ന് സ്വർണം വാങ്ങുവാൻ ആളുകളെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണ വിലയിൽ 55% വർധനവാണ് ഈ വർഷം സ്വർണത്തിന് ഉണ്ടായത്. ഇതോടുകൂടി ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.